നമസ്കാരം. ദക്ഷിണ ലേണിംഗ്സിന്റെ തീം ബേസ്ഡ് പ്രിലിംസ് ഓറിയന്റഡ് എക്കോണമി സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് ബാങ്കിങ് സെക്ടർ ആണ്. എല്ലാ വർഷവും പ്രിലിംസിന് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഈ ഒരു മേഖലയിൽ നിന്ന് വരാറുണ്ട്. വാട്ട് ഈസ് ബാങ്ക്? എന്താണ് ബാങ്ക് എന്ന് പറയുന്നത്? ബാങ്കിങ് കമ്പനീസ് ആക്ട് 1949 ബാങ്കിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫൈനാൻഷ്യൽ എൻറ്റിറ്റിയാണ് ബാങ്ക് എന്ന് പറയുന്നത്. ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ബേസിക് ബാങ്കിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ലോൺ ഒറിജിനേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഡെപ്പോസിറ്റ് റെസീപ്റ്റ്സ് അക്സെപ്റ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ബാങ്കിന്റെ ബേസിക് ഫങ്ഷൻ ആയിട്ട് വരുന്നത്. ഇനി കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. കൊമേഴ്ഷ്യൽ ബാങ്കിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് സ്കെഡ്യൂൾഡ് ബാങ്ക്സ് എന്നും രണ്ട് നോൺ സ്കെഡ്യൂൾഡ് ബാങ്ക്സ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഈ സ്കെഡ്യൂൾഡ് ബാങ്ക്സിനകത്ത് വരുന്നതാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, പബ്ലിക് സെക്ടർ ബാങ്ക്സ്, ഫോറിൻ ബാങ്ക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. സോ അതിൽ ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സ്കെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്. അതായത് RBI ആക്ട് 1934 RBI ആക്ടില് ലിസ്റ്റ് ചെയ്തിട്ടുള്ള, അവരുടെ സെക്കൻഡ് സ്കെഡ്യൂളില് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ബാങ്കുകളെയാണ് നമ്മൾ സ്കെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത്. ഇവയെ റെഗുലേറ്റ് ചെയ്യുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പ്രകാരമാണ് ഈ സ്കെഡ്യൂൾഡ് ബാങ്കിനെയൊക്കെ നമ്മൾ ഗവേൺ ചെയ്യുന്നത്. സോ ഇങ്ങനെ സ്കെഡ്യൂൾഡ് ചെയ്താലുള്ള ബെനിഫിറ്റ്സ് എന്താണ്? അതായത് RBIയുടെ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് അവർക്ക് എപ്പോൾ വേണമെങ്കിലും അസസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ബാങ്ക് റേറ്റ്, റിപ്പോ റേറ്റ്, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി, MSF റേറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർക്ക് അസസ് ചെയ്യാനുള്ള അവസരമുണ്ട്. സോ ഇങ്ങനെ സ്കെഡ്യൂൾഡ് ബാങ്ക്സ് ആവാനുള്ള ഒബ്ലിഗേഷൻസ് എന്തൊക്കെയാണ്? അതായത് അവർ മസ്റ്റ് ആയിട്ടും RBI പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ തന്നെ CRR SLR മെയിൻറ്റെയിൻ ചെയ്യണം. എന്താണ് CRR? ദാറ്റ് ഇസ് ക്യാഷ് റിസർവ് റേഷ്യോ. SLR എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഇത് രണ്ടും അവരെ RBI പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഓരോ സ്കെഡ്യൂൾഡ് ബാങ്ക്സ് മീറ്റ് ചെയ്യണം. ഇനി ഈ സ്കെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിനെ എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യുക? അതായത് അവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലും റിസർവുകളും 5 ലക്ഷത്തിൽ കുറയാത്ത വാല്യൂ ആയിരിക്കണം. അത് കണക്ക് തന്നെ അവരുടെ എല്ലാ ഓപ്പറേഷൻസും RBIനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ മാത്രമേ ഇവരെ സ്കെഡ്യൂൾഡ് ബാങ്ക്സിന്റെ അണ്ടറിലേക്ക് വരികയുള്ളൂ. ദെൻ നോൺ സ്കെഡ്യൂൾഡ് ബാങ്ക്. സ്വാഭാവികമായിട്ടും എന്തായിരിക്കും നോൺ സ്കെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക? അതായത് ഈ RBIയുടെ സെക്കൻഡ് സ്കെഡ്യൂളിൽ മെൻഷൻ ചെയ്യാത്ത ബാങ്കുകളെയാണ് നോൺ സ്കെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയുക. സോ ഇന്ത്യയിൽ മൊത്തത്തിലുള്ള സ്കെഡ്യൂൾഡ് ആയാലും നോൺ സ്കെഡ്യൂൾഡ് ബാങ്കിന്റെ ഒക്കെ ആയാലും സ്റ്റാറ്റസ് എന്തൊക്കെയാണ്? ഇന്ത്യയിലെ മെജോറിറ്റി ബാങ്കുകളും സ്കെഡ്യൂൾഡ് ബാങ്കുകളാണ്. പക്ഷെ അതിലൊരു ഫ്യൂ എക്സംഷൻസ് എന്ന് പറയുന്നത് ഈ ലോക്കൽ ഏരിയ ബാങ്ക്സ്, അതേണക്ക് തന്നെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് തുടങ്ങിയവ ഒഴിച്ചു നിർത്തിയാൽ ഇന്ത്യയിലെ മെജോറിറ്റി ബാങ്കുകളും ഈ പറയുന്ന സ്കെഡ്യൂൾഡ് ബാങ്ക്സിന്റെ കാറ്റഗറിയിൽ പെടുന്നവയായിരിക്കും. ഇനി നാഷണലൈസ്ഡ് ബാങ്ക്. എന്തായിരുന്നു നാഷണലൈസ്ഡ് ബാങ്ക്? അതായത് നാഷണലൈസേഷന് ശേഷം ഗവൺമെന്റ് ഓൺ ചെയ്ത അല്ലെങ്കിൽ ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്ത ബാങ്കുകളെയാണ് നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറയുക. ഇവയെ റെഗുലേറ്റ് ചെയ്യുന്നത് ബാങ്കിങ് കമ്പനീസ് ആക്ട് 1949 പ്രകാരമാണ്. അതേ കണക്ക് 1969 സോഷ്യൽ കൺട്രോൾ പ്രൊവിഷൻസ് ഇതിനകത്ത് കൊണ്ടുവന്നിരുന്നു. എന്താണ് നാഷണലൈസ്ഡ് ബാങ്കിൽ, എന്തുകൊണ്ടാണ് നാഷണലൈസ്ഡ് ബാങ്കിൽ സോഷ്യൽ കൺട്രോൾ പ്രൊവിഷൻസ് കൊണ്ടുവരാനുള്ള കാരണം? അതായത് എക്കോണമിക് പവർ കുറച്ചു പേരിൽ മാത്രം ഒതുങ്ങുന്ന പ്രവണത തടയുക, എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഫൈനാൻഷ്യൽ സിസ്റ്റം മാറുക എന്നുള്ളത് ഒരു ഒബ്ജക്റ്റീവ് ആയിരുന്നു. അത് കണക്ക് തന്നെ അഗ്രികൾച്ചർ, സ്മോൾ ഇൻഡസ്ട്രീസ്, എക്സ്പോർട്ട് തുടങ്ങിയ മേഖലകൾക്കൊക്കെ ഭയങ്കരമായ രീതിയിൽ എഫിഷ്യന്റ് ആക്കുക, അല്ലെങ്കിൽ അവയെ കുറെ കൂടി പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ നാഷണലൈസേഷൻ എന്ന് പറയുന്ന നാഷണലൈസ്ഡ് ബാങ്കിൽ സോഷ്യൽ കൺട്രോൾ പ്രൊവിഷൻസ് ആഡ് ചെയ്യുന്നത്. ഇനി നാഷണലൈസേഷന്റെ മൊത്തം ഒരു ടൈം ലൈൻ നോക്കാം നമുക്ക്. 1969 14 ബാങ്കുകളായിരുന്നു നാഷണലൈസ് ചെയ്തത്. അതിനുശേഷം 1980 നാഷണലൈസേഷന്റെ സെക്കൻഡ് ഫേസ് നടക്കുന്നുണ്ടായി. അതിൽ 6 ബാങ്കുകളാണ് നാഷണലൈസ് ചെയ്തത്. അങ്ങനെ ടോട്ടലി 20 ബാങ്കുകൾ മൊത്തത്തിൽ ആ ഒരു കാലഘട്ടത്തിൽ നാഷണലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ 1993 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ട് മെർജ് ചെയ്തു. ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ട് മെർജ് ചെയ്തപ്പോൾ 20 എന്നുള്ളത് 19 ആയിട്ട് കുറഞ്ഞു. സോ നാഷണലൈസ്ഡ് ബാങ്കുകളുടെ എണ്ണം 19 ആയിട്ട് ആ ഒരു കാലഘട്ടത്തിൽ കുറഞ്ഞു. പിന്നെ ഈ റീസൺലി 2020 ഒരു മെഗാ അമാൽഗമേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ഒരു 10 പബ്ലിക് സെക്ടർ ബാങ്കുകൾ 4 PSBയിലേക്ക്, 4 പബ്ലിക് സെക്ടർ ബാങ്കിലേക്ക് മെർജ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് മെർജ് ചെയ്തു. അതിനകത്ത് സിൻഡിക്കേറ്റ് ബാങ്ക് കാനറ ബാങ്കിലേക്ക് മെർജ് ചെയ്തു. ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും
യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് മെർജ് ചെയ്തു. അലഹബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിലേക്ക് മെർജ് ചെയ്തു. അങ്ങനെ 10 പബ്ലിക് സെക്ടർ ബാങ്കുകൾ 4 പബ്ലിക് സെക്ടർ ബാങ്കിലേക്ക് മെർജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് റീസെന്റ് 2020 വന്ന ഒരു മെഗാ അമാൽഗമേഷൻ ആയിരുന്നു. സോ നിലവിൽ ഇന്ത്യയുടെ ബാങ്കിന്റെ മൊത്തത്തിലുള്ള ഒരു കറന്റ് സ്റ്റേറ്റസ് എന്താണ്? നിലവിൽ നമുക്ക് 12 പബ്ലിക് സെക്ടർ ബാങ്കുകളുണ്ട്. അതില് 11 നാഷണലൈസ്ഡ് ബാങ്കാണ് പ്ലസ് SBI. SBI നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറയില്ല. ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓൺഡ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുക. അല്ലാണ്ട് നാഷണലൈസ്ഡ് ബാങ്കിന്റെ കാറ്റഗറിയിൽ നമ്മുടെ SBI പറയാറില്ല. സോ 11 നാഷണലൈസ്ഡ് ബാങ്കും പ്ലസ് SBI ആണ്. അങ്ങനെ ടോട്ടലി 12 പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഇന്ത്യയിൽ നിലവിലുണ്ട്. സോ ഏറ്റവും ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി SBI ആണ്. സെക്കൻഡ് പൊസിഷൻ പഞ്ചാബ് നാഷണൽ ബാങ്കിനാണ്. സോ ഇതൊക്കെയാണ് നാഷണലൈസ്ഡ് ബാങ്കിൽ നമ്മൾ നോക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ആൻഡ് ദെൻ ഇന്ത്യൻ പ്രൈവറ്റ് ബാങ്ക്സ് മേജർ ഷെയറും പ്രൈവറ്റ് സ്റ്റോക്ക് ഹോൾഡേഴ്സ് ആണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ അത് പ്രൈവറ്റ് ബാങ്കുകളുടെ കാറ്റഗറിയിലേക്ക് പോകും. എക്സാമ്പിൾ പറയുന്നത് HDFC, ആക്സിസ് ബാങ്ക്, ബന്ധൻ ബാങ്ക്, യെസ് ബാങ്ക് തുടങ്ങിയവയൊക്കെ ഇന്ത്യയിലെ പ്രൈവറ്റ് ബാങ്കുകളുടെ കാറ്റഗറിയിൽ പെടുന്നവയാണ്. ദെൻ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ, അതായത് ഈ പറയുന്ന പോലെ പ്രൈവറ്റ് സ്റ്റോക്ക് ഹോൾഡേഴ്സും മെജോറിറ്റി ഷെയറും ഹോൾഡ് ചെയ്യുന്ന ബാങ്കുകളായിരിക്കും. ഇവ 2 ടൈപ്പ് ഉണ്ട്. ഓൾഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്കും ഉണ്ട്, അതേ തന്നെ ന്യൂ പ്രൈവറ്റ് സെക്ടർ ബാങ്കും ഉണ്ട്. എന്താണ് ഓൾഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്? നാഷണലൈസേഷന്റെ സമയത്ത്, അതായത് 1969 ആയിക്കോട്ടെ 1980 സെക്കൻഡ് ഫേസിലെ നാഷണലൈസേഷന്റെ ടൈമിലൊക്കെ ഇതിനെ നാഷണലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇവ വളരെ സ്മോൾ സൈസ് ആയിട്ടുള്ള ബാങ്കുകളാണ്. അതേ തന്നെ അവര് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റീജിയനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ബാങ്കുകളായിരിക്കും. സോ ദേ ആർ ഇൻ ദ കാറ്റഗറി ഓഫ് ഓൾഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. ദെൻ ന്യൂ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് അവയെന്ന് പറയുന്നത് 1991 എക്കോണമിക് ആൻഡ് ഫൈനാൻഷ്യൽ റീഫോംസിന്റെ ഭാഗമായിട്ട് വന്ന പുതിയ ജനറേഷൻ ബാങ്കുകളായിരുന്നു ന്യൂ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ. അതായത് ഇന്ത്യയുടെ അന്നത്തെ ആ ഒരു ഫൈനാൻഷ്യൽ സിസ്റ്റത്തിനോട് അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിൽ വന്ന പുതിയ മോഡേൺ ബാങ്കുകളായിരുന്നു ഈ പറയുന്ന ന്യൂ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ. ദെൻ പ്രൈവറ്റ് സെക്ടർ ഫോറിൻ ബാങ്ക്സ്. ഫോറിൻ ബാങ്ക്സിന് വേണമെങ്കിൽ ഇന്ത്യയിൽ അവരുടെ ഓപ്പറേഷൻസ് ഇവിടെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്ത് അവരുടെ ഓപ്പറേഷൻസ് നടത്താവുന്നതാണ്. അതിന് RBIയുടെ പ്രയർ പെർമിഷന്റെ ആവശ്യമുണ്ട്. RBIയുടെ പെർമിഷൻ പ്രകാരം ഇവർക്ക് ഇവിടെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്ത് ഫോറിൻ ബാങ്ക്സിന് ബ്രാഞ്ച് ഓപ്പൺ ചെയ്ത് പ്രവർത്തിക്കാവുന്നതാണ്. RBIയുടെ 2005 ഫ്രെയിംവർക്ക് പ്രകാരമാണ് ഈ ഫോറിൻ ബാങ്ക്സിന്റെ ഓപ്പറേഷൻസ് മൊത്തം നിയന്ത്രിക്കുന്നത്. ഇവർ കൂടുതൽ ഈ ഫോറിൻ ബാങ്ക്സ് കൂടുതലും ഫോക്കസ് ചെയ്യുന്ന മേഖലകൾ എന്ന് പറയുന്നത് ട്രേഡ്, ഫൈനാൻസ്, എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ്, ഹോൾസെയിൽ ലെൻഡിങ്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്, ട്രഷറി സർവീസ് തുടങ്ങിയ മേഖലകളിലൊക്കെയാണ് ഇവർ കുറെ കൂടെ ഫോക്കസ് ചെയ്യുന്നത്. സോ ഇന്ത്യയിൽ നിലവിലുള്ള ഫോറിൻ ബാങ്ക്സിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിറ്റി ബാങ്ക്, HSBC തുടങ്ങിയവയ്ക്ക് ഫോറിൻ ബാങ്ക്സിന്റെ എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറയുന്നത് റീജിയണൽ റൂറൽ ബാങ്ക്. പലപ്പോഴും ഈ റീജിയണൽ റൂറൽ ബാങ്കും നബാർഡും ഒക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് പല പ്രാവശ്യം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്ന് കണ്ടിട്ടുണ്ട്. സോ എന്താണ് ഈ പറയുന്ന RRB? അതായത് അഗ്രികൾച്ചറിനും അലൈഡ് ആയിട്ടുള്ള സെക്ടേഴ്സിനും ഒക്കെ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള അവർക്ക് ആവശ്യമായിട്ടുള്ള ബാങ്കിങ് ഫെസിലിറ്റീസ് കൊടുക്കുക. റൂറൽ ഏരിയാസിലൊക്കെ അവർക്ക് ആവശ്യമായിട്ടുള്ള ബാങ്കിങ് ഫെസിലിറ്റീസ് കൊടുക്കാനായിട്ട് കൊണ്ടുവന്ന ഒരു ബാങ്കിങ് ആണ് ഈ പറയുന്ന റീജിയണൽ റൂറൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. 1975 ഓർഡിനൻസിലാണ് ഇത് വരുന്നത്. ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത് RRB ആക്ട് 1976 പ്രകാരമാണ്. നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് പ്രകാരമാണ് ഇന്ത്യയിലെ റീജിയണൽ റൂറൽ ബാങ്ക്സ് നിലവിൽ വരുന്നത്. അതായത് എല്ലാ പാവപ്പെട്ട ആൾക്കാർക്കും ബാങ്കിങ് ഫെസിലിറ്റി അസസ് ചെയ്യാൻ പറ്റുക. അന്നത്തെ ആ ഒരു കാലഘട്ടത്തില് ആൾക്കാർ ബാങ്കിങ് മേഖലയിൽ നിന്ന് അകന്നു നിൽക്കുന്നതും അതേ തന്നെ വളരെ എന്താ പറയാ മോശമായിട്ടുള്ള രീതിയിൽ ഈ പറയുന്ന ബ്രോക്കേഴ്സിനെ ആയാലും അതേ തന്നെ മണി ലെൻഡേഴ്സിനെയൊക്കെ ആയാലും ഒക്കെ ആശ്രയിച്ച് വൻ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുന്ന ആ ഒരു ടൈമിൽ ആൾക്കാരെ കുറെ കൂടെ ഫോർമൽ ആയിട്ടുള്ള ബാങ്കിങ് ഓർഗനൈസേഷൻ ആയിട്ടുള്ള ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഗവൺമെന്റ് RRBനെ കൊണ്ടുവരുന്നത്. സോ ഇതിന്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് 50% ഓണർഷിപ്പ് ഉണ്ട്. അതേപോലെ സ്റ്റേറ്റ് ഗവൺമെന്റ് 15%, സ്പോൺസർ ബാങ്കിന് 35% ഓണർഷിപ്പും ഇതിനകത്ത് ഉണ്ട്. സോ ഇവരുടെ മേജർ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? അതായത് സെമി അർബൻ, അതായത് റൂറൽ ഡെപ്പോസിറ്റുകൾ മൊബിലൈസ് ചെയ്യുക, അതേ കണക്ക് തന്നെ സ്മോൾ മാർജിനൽ ഫാമേഴ്സിന്, റൂറൽ ആർട്ടിസൻസിന്, പ്രയോറിറ്റി സെക്ടേഴ്സിനൊക്കെ അവർക്ക് ആവശ്യമായിട്ടുള്ള ലോൺസ് പ്രൊവൈഡ് ചെയ്യുക എന്നതൊക്കെയാണ് ഇവരുടെ മേജർ ഫങ്ഷൻസ്. ഇനി ഇതിനായിട്ട് അവർ ഫണ്ട് കണ്ടെത്തുന്നത് എവിടെ നിന്നാണ്? അവർക്ക് ഓൺഡ് ആയിട്ടുള്ള ഫണ്ട് ഉണ്ടാവും,
അതുകൊണ്ട് തന്നെ ഡെപ്പോസിറ്റ്സ് ഉണ്ടാവും, നബാർഡിന്റെ ഹെൽപ്പ് ഉണ്ടാവും, സ്പോൺസർ ബാങ്കിന്റെ ഹെൽപ്പ് ഉണ്ടാവും, സിഡ്ബിയുടെ ഹെൽപ്പ് ഉണ്ടാവും, അതേ കണക്കിന് നാഷണൽ ഹൗസിംഗ് ബാങ്കിന്റെ ഹെൽപ്പുകൾ ഉണ്ടാവും. ഇവരുടെ എല്ലാം ഫണ്ട് വെച്ചിട്ടായിരിക്കും ഈ RRB പ്രവർത്തിക്കുന്നത്. ആൻഡ് ഇവരുടെ സൂപ്പർവിഷൻ എങ്ങനെയാണ്? നബാർഡും അതേ കണക്കന്നെ RBIയുടെയും റെഗുലേറ്ററി അണ്ടറിലാണ് ഈ പറയുന്ന RRBയുടെ മൊത്തം വരുന്നത്. ഒരു ഡ്യുവൽ റെഗുലേഷൻ ആണ്. നബാർഡും ഉണ്ട്, RBIയുടെയും റെഗുലേറ്ററി അതോറിറ്റി വരുന്നുണ്ട്. സോ നിലവിലെ കറന്റ് സ്റ്റേറ്റസ് എന്താണ്? നിലവിൽ RRB എന്ന് പറഞ്ഞാൽ 43 RRBകൾ 2024 സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം 43 RRBകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുന്നത് പശ്ചിം ബംഗ ഗ്രാമീൺ ബാങ്ക്, ആന്ധ്രാപ്രഗതി ഗ്രാമീൺ ബാങ്ക് തുടങ്ങിയവയൊക്കെ റീസെന്റ് ആയിട്ടുള്ള എക്സാമ്പിളുകളാണ്. ദെൻ കോപ്പറേറ്റീവ് ബാങ്ക്, പലപ്പോഴും പ്രിലിംസിന് കാണുന്ന മറ്റൊരു മേഖലയാണ് കോപ്പറേറ്റീവ് ബാങ്ക്സും അതിന്റെ ഫ്രെയിം വർക്കും റീസെന്റ് ആയിട്ട് വരുന്ന കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന കോപ്പറേറ്റീവ് ബാങ്ക്സുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രിലിംസിന് വരുന്നത് കണ്ടിട്ടുണ്ട്. സോ എന്താണ് കോപ്പറേറ്റീവ് ബാങ്ക്സ്? അതായത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ആക്ടിന്റെ അണ്ടറിൽ വരുന്ന ബാങ്കുകളാണ് കോപ്പറേറ്റീവ് ബാങ്ക്. അതായത് അഗ്രികൾച്ചർ സെക്ടറിനെ ആയാലും റൂറൽ സെക്ടറിനെ ആയാലും ഒക്കെ സെർവ് ചെയ്യുക, കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്താലാണ് ഇവർ വരുന്നത്. സോ നോ പ്രോഫിറ്റ് നോ ലോസ് ബേസിസിലാണ് കോപ്പറേറ്റീവ് ബാങ്കുകൾ എപ്പോഴും വർക്ക് ചെയ്യുന്നത്. ഇതിന് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഡ്യുവൽ റെഗുലേറ്ററി സിസ്റ്റം ആണ്. RBIയും റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, അതേ കണക്ക് തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റും ഇവയെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരവും ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949 പ്രകാരവും ബാങ്കിംഗ് ലോസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1955 പ്രകാരം ഒക്കെയാണ് കോപ്പറേറ്റീവ് ബാങ്ക്സിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഡ്യുവൽ റെഗുലേറ്ററി സിസ്റ്റം ആണ്. RBIയും ഉണ്ട്, അതേ കണക്ക് തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റും കോപ്പറേറ്റീവ് ബാങ്ക്സിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവരുടെ മെയിൻ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? അഗ്രികൾച്ചർ ലെൻഡിങ്, റൂറൽ ലെൻഡിങ്, അഗ്രികൾച്ചറിനെ കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യുക അങ്ങനെയുള്ള ഉദ്ദേശത്തോടെ, റൂറൽ ക്രെഡിറ്റ് കുറച്ചുകൂടെ കൊടുക്കുക, റൂറൽ ലെൻഡിങ് കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. അതിനൊക്കെ തന്നെ പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഓർഗനൈസിങ്, സർവീസിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഹെൽപ്പ് ചെയ്യുന്നത്. കോപ്പറേറ്റീവ് ബാങ്ക്സിന് ഒരു 2 tier സ്ട്രക്ചർ ആണ് ഫോളോ ചെയ്യുന്നത്. നിലവിൽ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിലും സോ ഫസ്റ്റ്ലി അതിന്റെ ആദ്യത്തെ കാര്യങ്ങൾ തന്നെ നമുക്ക് നോക്കാം. സോ നിലവിൽ 4 tier സ്ട്രക്ചറിലേക്ക് എക്സ്പെർട്ട് കമ്മിറ്റി റെക്കമെൻഡേഷൻസ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോ ഇവിടെ നോക്കുന്നത് 2 tier സ്ട്രക്ചർ ആണ്. ഷോർട്ട് ടൈം ക്രെഡിറ്റും ഉണ്ട്, അതേ കണക്ക് തന്നെ ലോങ് ടൈം ക്രെഡിറ്റും ഈ കോപ്പറേറ്റീവ് ബാങ്ക്സ് പ്രൊവൈഡ് അവരുടെ സ്ട്രക്ചറിൽ പറയുന്നുണ്ട്. ഷോർട്ട് ടൈം ക്രെഡിറ്റിൽ വരുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് സെൻട്രൽ ബാങ്ക്സ്, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ്, ഈ 3 എണ്ണം അടങ്ങിയതാണ് ഷോർട്ട് ടൈം ക്രെഡിറ്റിൽ അവിടെ ഷോർട്ട് ടൈം ക്രെഡിറ്റ് ഇയറിൽ വരുന്നത്. ഈ ലോങ് ടൈം ക്രെഡിറ്റ് ഇയറിൽ വരുന്നത് ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ്, കോപ്പറേറ്റീവ് ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്സ് തുടങ്ങിയ 2 കാര്യങ്ങളാണ് വരുന്നത്. സോ ഷോർട്ട് ടൈം ക്രെഡിറ്റും ഉണ്ട്, അതൊരു 3 tier ആയിട്ട് വരുന്നതാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് സെൻട്രൽ ബാങ്ക്സ്, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി ആണ് ഷോർട്ട് ടൈം ക്രെഡിറ്റിൽ വരുന്നത്. ലോങ് ടൈം ക്രെഡിറ്റിൽ വരുന്നത് ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ്, കോപ്പറേറ്റീവ് ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്സ്, അങ്ങനെ 2 tier ആയിട്ടാണ് ഇത് മുന്നോട്ട് അതിന്റെ ഫ്രെയിം വർക്ക് പറയുന്നത്. സോ ഇതിന്റെ ഗവേണൻസ് എങ്ങനെയാണ്? ഇത് ഓഡിറ്റ് ചെയ്യുന്നത് കോപ്പറേറ്റീവ് ബാങ്ക്സിനെ ഓഡിറ്റ് ചെയ്യുന്ന RBIയുടെ നോംസ് പ്രകാരമാണ്. എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ കൂടെയാണ് ഈ ഓരോ കോപ്പറേറ്റീവ് ബാങ്ക്സും പോകുന്നതെങ്കിൽ RBIക്ക് ആ ഒരു ബോർഡിന്റെ ഡിസിഷൻസിനെ സൂപ്പർസൈഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആണ്, NPA ഭയങ്കര കൂടുതലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ബോർഡിനകത്ത് വരുന്നുണ്ട്, ഡെപ്പോസിറ്റേഴ്സിന്റെ കോൺഫിഡൻസ് കുറയുന്നു, അങ്ങനെ എന്തെങ്കിലും ഇപ്പോഴത്തെ റീസെന്റ് ഇഷ്യൂസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരുമ്പോൾ RBIക്ക് ആ ഒരു ബോർഡിന്റെ ഡിസിഷൻസിനെ സൂപ്പർസൈഡ് ചെയ്യാനുള്ള പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ് ബാങ്കിന്റെ സിഇഒനെ അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ RBIയുടെ അപ്രൂവലും ആവശ്യമാണ്. ഇതൊരു നെക്സ്റ്റ് പറയുന്നത് റിവൈസ്ഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. ഇത് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് വന്നതായിരുന്നു. അന്നത്തെ പ്രിലിംസിന് ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും വന്നിട്ടുണ്ടായിരുന്നു. സോ എന്താണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്? അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് അർബൻ അല്ലെങ്കിൽ സെമി അർബൻ ഏരിയാസിൽ അവരുടെ ഫൈനാൻഷ്യൽ സർവീസ് അല്ലെങ്കിൽ അവരുടെ ഫൈനാൻഷ്യൽ നീഡുകൾ കാറ്റർ ചെയ്യാനായിട്ട് വന്ന ബാങ്കുകളാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. അതിപ്പോ സ്മോൾ ബിസിനസിനെയോ സെൽഫ് എംപ്ലോയിഡ് ഇൻഡിവിജ്വൽസിനെയോ ഒക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ടും അവരുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഈ പറയുന്ന അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് വരുന്നത്. സോ അവരുടെ റിവൈസ്ഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് നമുക്ക് നോക്കാം. 2021 റിവൈസ്ഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എക്സ്പെർട്ട് കമ്മിറ്റി റെക്കമെൻഡേഷൻസ് പ്രകാരമായിരുന്നു. ശ്രീ NS വിശ്വാനന്ദൻ കമ്മിറ്റി പ്രകാരമായിരുന്നു ആ ഒരു റെക്കമെൻഡേഷൻസ് വരുന്നത്. അദ്ദേഹം RBIയുടെ മുൻ ഡെപ്യൂട്ടി ഗവർണറൊക്കെ ആയിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്.
സോ കുറെ കൂടി അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിന് ഫൈനാൻഷ്യൽ സൗണ്ട് ആയാലും അതേണക്ക് തന്നെ കുറച്ചും കൂടി സ്റ്റെബിലിറ്റി കൊണ്ടുവരിക, അതേണക്ക് തന്നെ ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റേഴ്സിന്റെ കോൺഫിഡൻസ് കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ പറയുന്ന റിവൈസ്ഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് വരുന്നത്. സോ അവരുടെ കമ്മിറ്റി റെക്കമെൻഡേഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, 4 ടയർഡ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞത് 2 tier റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആയിരുന്നു, അത് മാറി 4 tier റെഗുലേറ്ററി ഫ്രെയിംവർക്ക് വന്നു. അതായത് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിനെ ഡെപ്പോസിറ്റ് സൈസിന്റെ അടിസ്ഥാനത്തിൽ കാറ്റഗറൈസ് ചെയ്യുക. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിനെ അവരുടെ ഡെപ്പോസിറ്റ് സൈസിന്റെ ബേസിസിൽ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് വരുന്നതാണ് ഈ പറയുന്ന 4 tier റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. അല്ലെ, ടിയർ ഫസ്റ്റിൽ പറയുന്നത് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിന് മാക്സിമം അപ് ടു 100 crore വരെയുള്ള ഡെപ്പോസിറ്റുകളാണെങ്കിൽ അവര് ടിയർ ഫസ്റ്റ് കാറ്റഗറിയിലും, ടിയർ സെക്കൻഡ് എന്ന് പറയുന്നത് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ ഡെപ്പോസിറ്റ് 100 to 1000 crore വരികയാണെങ്കിൽ അത് ടിയർ 2ലും, ടിയർ 3 എന്ന് പറയുന്നത് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ ഡെപ്പോസിറ്റ് 1000 to 10,000 crore വരികയാണെങ്കിൽ അവര് ടിയർ 3ലും, 10,000 മേലാണ് അവരുടെ ഡെപ്പോസിറ്റ് എങ്കിൽ അവര് ടിയർ 4ലും പെടുന്നു. സോ ഫസ്റ്റ് കാറ്റഗറി ടിയർ ഫസ്റ്റ്, അത് അപ് ടു 100 crore വരെയാണ്. സെക്കൻഡ് കാറ്റഗറി 100 to 1000 crore ആണ്. ദെൻ തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് 1000 to 10,000 crore ആണ്. ഫോർത്ത് കാറ്റഗറി എന്ന് പറയുന്നത് എബോവ് 10,000 crore. അതായത് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ ഡെപ്പോസിറ്റിന്റെ സൈസ് വെച്ചിട്ടാണ് ഈ പറയുന്ന ഈ ഒരു ടിയർ സ്ട്രക്ചർ ഫോളോ ചെയ്തേക്കുന്നത്. ഇനി അവരുടെ മിനിമം നെറ്റ് വർത്ത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ടിയർ ഫസ്റ്റിലുള്ള അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ അവരുടെ മിനിമം നെറ്റ് വർത്ത് എന്നുള്ളത് 2 crore ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ടിയർ ഫസ്റ്റിലുള്ള അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് അവരുടെ മിനിമം നെറ്റ് വർത്ത് 2 crore ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതേണക്ക് തന്നെ ബാക്കി ടിയേഴ്സിൽ 2 ആയാലും 3 ആയാലും 4 അവരുടെ മിനിമം നെറ്റ് വർത്ത് റിക്വയർമെന്റ് എന്ന് പറയുന്നത് 25 crore ആയിരിക്കണം. 2, 3, 4 ടിയറിലുള്ള അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ മിനിമം നെറ്റ് വർത്ത് എന്നുള്ളത് 25 crore ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് ആസറ്റ് റേഷ്യോ, ഇത് ടിയർ ഫസ്റ്റിന് 9% ആയിട്ട് തന്നെയാണ് നിലനിർത്തിയിട്ടുള്ളത്. ബേസിൽ ഫസ്റ്റ് നോംസ് പ്രകാരം ടിയർ ഫസ്റ്റിന് 9% ആയിട്ട് തന്നെയാണ് ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് ആസറ്റ് റേഷ്യോ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ടിയർ 2ലും 3ലും 4ലും ഒക്കെ 12% ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. അതായത് അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ പറയുന്ന ടിയർ 2ലും 3ലും 4ലും ഒക്കെ അവരുടെ ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ 12% ആയിട്ട് ഉയർത്തിയത്. ദെൻ ക്രൈറ്റീരിയ ഫോർ ഓട്ടോമാറ്റിക് ബ്രാഞ്ച് എക്സ്പാൻഷൻ, അവർക്ക് അവരുടെ ബ്രാഞ്ച് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അതിനും കുറച്ച് ക്രൈറ്റീരിയ അവർ പറയുന്നുണ്ട്. ആ ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് വളരെ ഫൈനാൻഷ്യലി സൗണ്ട് ആൻഡ് വെൽ മാനേജ്ഡ് സിസ്റ്റം ഫോളോ ചെയ്യുന്നതാണെങ്കിൽ മാത്രമേ അവർക്ക് ബ്രാഞ്ച് എക്സ്പാൻഷനുള്ള അനുമതി ലഭിക്കത്തുള്ളൂ. അതേണക്ക് നെറ്റ് NPA 3% കൂടാൻ പാടില്ല. അതേണക്ക് തന്നെ CRRഉം SLRഉം ഒക്കെ ഇവർ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് മുൻ വർഷങ്ങളിലൊന്നും ഡിഫോൾട്ട് ആയിട്ടൊന്നും സംഭവിക്കാൻ പാടുള്ളതല്ല. അതായത് കറക്റ്റ് ആയിട്ട് തന്നെ CRRഉം SLRഉം ഒക്കെ ഇവർ കീപ്പ് ചെയ്യണം. മുൻ വർഷങ്ങളിൽ ഒരു ഡിഫോൾട്ട് രീതിയിലേക്കൊന്നും കാര്യങ്ങൾ എത്താൻ പാടുള്ളതല്ല. അതേണക്ക് തന്നെ ഇവരുടെ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം മാനേജ് ചെയ്യുന്നത് 2 പ്രൊഫഷണൽ ഡയറക്ടേഴ്സ് ആ ഒരു ബോർഡിൽ ഉണ്ടാവും. അതേണക്ക് കോർ ബാങ്കിങ് സൊല്യൂഷൻസ് ഇതിനകത്ത് ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. കോപ്പറേറ്റീവ് ബാങ്ക്സിനകത്ത് കോർ ബാങ്കിങ് സൊല്യൂഷൻസ് ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. സോ മൊത്തത്തിൽ ഈ ഒരു എക്സ്പേർട്ട് റെക്കമെൻഡേഷൻ നോക്കുമ്പോൾ ഒരു അംബ്രല്ല ഓർഗനൈസേഷൻ പോലെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള മെത്തേഡുകളാണ് ഇവർ ഇതിൽ പറയുന്നത്. സോ ഇതിൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ 2 tier-ൽ നിന്ന് 4 tier സ്ട്രക്ചറാക്കി മാറ്റി, അതേണക്ക് തന്നെ മിനിമം നെറ്റ് വർത്ത് കൂട്ടുകയുണ്ടായി. അതിന് ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ ഉള്ള ചേഞ്ചസ് നോക്കിയിരിക്കണം. നെറ്റ് NPA 3%-ന് മുകളിൽ കൂടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതിനൊക്കെ തന്നെ കോർ ബാങ്കിങ് സൊല്യൂഷൻ കോപ്പറേറ്റീവ് ബാങ്ക്സിൽ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ദെൻ ബാങ്കിങ് റെഗുലേഷൻ അമെൻമെന്റ് ആക്ട് 2020, ഇതും ഒരു കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് വന്നൊരു ടോപ്പിക്കാണ്. സോ എന്തുകൊണ്ടാണ് ബാങ്കിങ് റെഗുലേഷൻ അമെൻമെന്റ് ആക്ട് വന്നത്? അതായത് RBIക്ക് ഈ പറയുന്ന കോപ്പറേറ്റീവ് ബാങ്ക്സിനകത്ത് കുറച്ചും കൂടെ റെഗുലേറ്ററി കൺട്രോൾ കൊണ്ടുവരിക, RBIയുടെ റെഗുലേറ്ററി കൺട്രോൾ കുറച്ചും കൂടെ കോപ്പറേറ്റീവ് ബാങ്കിനകത്ത് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ പറഞ്ഞ ബാങ്കിങ് റെഗുലേഷൻ അമെൻമെന്റ് ആക്ട് 2020 വരുന്നത്. കുറച്ചും കൂടി ബെറ്റർ മാനേജ്മെന്റും കുറച്ചും കൂടെ റെഗുലേഷൻ ഒക്കെ ആയിട്ടായിരുന്നു ഈ പറയുന്ന പുതിയ ബാങ്കിങ് റെഗുലേഷൻ അമെൻമെന്റ് ആക്ട് 2020 വരുന്നത്. സോ ഇതിന്റെ സ്കോപ്പ് എന്തൊക്കെയാണ്?
മാനേജ്മെന്റ് ഏരിയ കവർ ചെയ്യുക, അതിനെ തന്നെ ക്യാപിറ്റൽ, ഓഡിറ്റ്, ലിക്വിഡേഷൻ തുടങ്ങിയ കോപ്പറേറ്റീവ് ബാങ്കിന്റെ സർവ്വ മേഖലകളും കവർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ പുതിയ അമെന്റ്മെന്റ് ആക്ട് വരുന്നത്. അതേ കണക്ക് തന്നെ ഡെപ്പോസിറ്റേഴ്സിന്റെ പ്രൊട്ടക്ഷൻ എൻഷുർ ചെയ്യുക, ഒരു പ്രൊഫഷണലിസം കോപ്പറേറ്റീവ് ബാങ്കിൽ കൊണ്ടുവരിക, ക്യാപിറ്റൽ അസസ് ചെയ്യുന്ന മെത്തേഡുകൾ കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യുക, ആൻഡ് സൗണ്ട് ബാങ്കിങ് പ്രാക്ടീസസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ RBIയുടെ സൂപ്പർവിഷനോടെ കുറച്ചും കൂടി എൻഹാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ, കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ പറയുന്ന ബാങ്കിങ് റെഗുലേഷൻ അമെന്റ്മെന്റ് ആക്ട് 2020 വരുന്നത്. സോ ഇതിനെ കുറിച്ച് എക്സംഷൻസ് ഉണ്ട്. ഈ ഒരു അമെന്റ്മെന്റ് ആക്ട് ബാധകമാകാത്ത കോപ്പറേറ്റീവ് ബാങ്കുകളുണ്ട്. അതായത് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി, ഇവർക്ക് ഈ പറയുന്ന ന്യൂ അമെന്റ്മെന്റ് ആക്ട് ബാധകമാകില്ല. അതെനിക്ക് തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എൻഗേജ് ഇൻ ലോങ് ടൈം അഗ്രികൾച്ചറൽ ഫൈനാൻസ് കൊടുക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസും ഈ ഒരു അമെന്റ്മെന്റ് ആക്ടിലും ഉൾപ്പെടുന്നതല്ല. സോ 2 എക്സംഷൻസ് ഉണ്ട്. പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസും ഇതിനകത്ത് ബാധകമാകുന്നില്ല. അതെനിക്ക് തന്നെ ലോങ് ടൈം ഫൈനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസും ഇതില് ബാധകമാകുന്നില്ല. ദെൻ അടുത്ത ടോപ്പിക്കാണ് ഡെവലപ്മെന്റ് ബാങ്ക്സ്. അതായത് ഡെവലപ്മെന്റ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ ലോങ് ടൈം ക്രെഡിറ്റ് കൊടുക്കുക, വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ, വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റിൽ അവർക്ക് ലോങ് ടൈം ആയിട്ട് ക്രെഡിറ്റ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ പറഞ്ഞ ഡെവലപ്മെന്റ് ബാങ്ക്സ് ഇന്ത്യയിലേക്ക് വരുന്നത്. അതായത് സോഷ്യൽ ബെനിഫിറ്റ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നതാണ്. അതായത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോട്ട് ചെയ്യുക, അതേ കണക്ക് തന്നെ സോഷ്യൽ ബെനിഫിറ്റ്സിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഡെവലപ്മെന്റ് ബാങ്ക്സ് വരുന്നത്. സോ ഏതൊക്കെയാണ് ഡെവലപ്മെന്റ് ബാങ്ക്സ് എന്ന് നോക്കാം. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക്സ് ഉണ്ട്, അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ബാങ്ക്സ് ഉണ്ട്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡെവലപ്മെന്റ് ബാങ്ക്സ് ഉണ്ട്, ഹൗസിംഗ് ഡെവലപ്മെന്റ് ബാങ്ക്സ് ഉണ്ട്. ഇങ്ങനെ 4 തരത്തിലുള്ള ഡെവലപ്മെന്റ് ബാങ്ക്സ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സോ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്കിന് എക്സാമ്പിൾ പറയാൻ പറഞ്ഞ സിഡ്ബി ഇസ് ആൻ എക്സാമ്പിൾ. അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയാം, നബാർഡ്. എക്സ്പോർട്ട് ഇമ്പോർട്ടിന് എക്സിം ബാങ്കുകളുണ്ട്. ഹൗസിംഗ് ഡെവലപ്മെന്റ് ബാങ്ക്സിന് നാഷണൽ ഹൗസിംഗ് ബോർഡ്, അങ്ങനെയുള്ള ബാങ്കുകളൊക്കെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇവയെല്ലാം ഡെവലപ്മെന്റ് ബാങ്ക് എന്ന കാറ്റഗറിയിലാണ് വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുക, കുറച്ചുകൂടി ഒരു സോഷ്യൽ ബെനിഫിറ്റ്സ് ഉണ്ടാകുക എന്നുള്ള രീതിയിലാണ് ഡെവലപ്മെന്റ് ബാങ്ക് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. സോ ഫസ്റ്റ് വൺ, മോസ്റ്റ് ഇമ്പോർട്ടന്റ്, നബാർഡ്. എപ്പോഴും കറണ്ട് അഫയേഴ്സിലായാലും ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന നബാർഡ് എന്നുള്ളത്. നബാർഡ് എന്ന് പറയുന്നത് റൂറൽ ഡെവലപ്മെന്റിനായാലും അതിനൊക്കെ അഗ്രികൾച്ചറിനായാലും ഒക്കെ ഉള്ള ഒരു അപ്പെക്സ് ഡെവലപ്മെന്റ് ബാങ്ക് ആണ് ഈ പറയുന്ന നബാർഡ്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. ഇന്ത്യയിൽ ഉടനീളം ഇതിന് ബ്രാഞ്ചസ് ഉണ്ട്. അതേപോലെ തന്നെ ശിവരാമൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് പ്രകാരമാണ് നബാർഡ് ഫോം ചെയ്യുന്നത്. 12 ജൂലൈ 1982 നബാർഡ് ഫോം ചെയ്യുന്നത്. ഇത് 3 ഇൻസ്റ്റിറ്റ്യൂഷനെ റീപ്ലേസ് ചെയ്ത് വന്നതായിരുന്നു നബാർഡ്. അതായത് അഗ്രികൾച്ചർ റീഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അതിനൊക്കെ RBIയുടെ റൂറൽ പ്ലാനിംഗ് ആൻഡ് ക്രെഡിറ്റ് സെല്ല്, അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്. ഈ 3 ഇൻസ്റ്റിറ്റ്യൂഷനെ റീപ്ലേസ് ചെയ്ത് വന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ പറയുന്ന നബാർഡ് എന്ന് പറയുന്നത്. സോ ഇവരുടെ ഫങ്ഷൻസ് എന്താണ്? അതായത് റൂറൽ എക്കണോമിക് ആക്ടിവിറ്റിനെ പ്രൊമോട്ട് ചെയ്യുക, അതിനുള്ള പോളിസീസും അതിനുള്ള പ്ലാനിങ്ങുകളൊക്കെ കൊണ്ടുവരുന്നത് ഈ പറയുന്ന നബാർഡാണ്. ആൻഡ് അവരുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ 2018 30,000 crore ആയിട്ട് ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ കീ റോൾ എന്ന് പറയുന്നത് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനൊക്കെ തന്നെ അവരുടെ മെയിൻ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് റൂറൽ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ അവയെ ഹെൽപ്പ് ചെയ്യുക, അതായത് അവയെ ഒരു അപ്പെക്സ് ഫൈനാൻഷ്യൽ ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുക, അങ്ങനെ അവരെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അത് കണക്ക് തന്നെ റൂറൽ സെക്ടറിനെ ഫൈനാൻസ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് റീഫിനാൻസ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, മൊത്തത്തിലുള്ള RRBSനെ സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇവരുടെ മെയിൻ റെസ്പോൺസിബിലിറ്റിയിൽ പെടുന്നതാണ്. സോ ആർക്കൊക്കെയാണ് ഈ പറയുന്ന റീഫിനാൻസ് ഫെസിലിറ്റീസ് ഉള്ളത്? അതായത് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്സിന് ഈ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്സിന് ഈ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ തന്നെ RRB, കൊമേഴ്ഷ്യൽ ബാങ്ക്, അതിനൊക്കെ തന്നെ RBI അപ്രൂവ് ചെയ്ത ബാക്കിയുള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും നബാർഡ് ഈ പറയുന്ന റീഫിനാൻസിങ് ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇവരുടെ ഓണർഷിപ്പ്, RBI നബാർഡിന്റെ സ്റ്റേക്ക് ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ 2019 അവരുടെ കയ്യിലുള്ള സ്റ്റേക്കും കൂടെ ഈ പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ കൊടുത്തിട്ടുണ്ട്. സോ നൗ നബാർഡിനെ ഫുള്ളി ഓൺ ചെയ്യുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ്. നെക്സ്റ്റ്, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സിഡ്ബി. 1990s ഈ പറയുന്ന സിഡ്ബി ഫോം ചെയ്യുന്നത്.
അതായത് MSME സെക്ടറിനെ, മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസ് സെക്ടറിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ പറയുന്ന സിഡ്ബി ഫോം ചെയ്യുന്നത്. ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത് ലക്നൌവിലാണ്. ഇനിഷ്യലി ഇവര് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സബ്സിഡറി ആയിട്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. പക്ഷെ നിലവിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റെഗുലേറ്ററി ബോഡീസ് ഒക്കെയാണ് ഇവയെ കൺട്രോൾ ചെയ്യുന്നത്. ഇവരുടെ മൊത്തം ഓണർഷിപ്പ് ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് ഹോൾഡ് ചെയ്യുന്നത്. അതിനൊക്കെ തന്നെ ഇവരുടെ മേജർ റോൾസ് എന്ന് പറയുന്നത്, അതായത് ബാങ്ക്സിനായാലും സ്റ്റേറ്റ് ലെവൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായാലും ഒക്കെ ഒരു റീഫിനാൻസിങ് ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുക. സ്റ്റേറ്റ് ലെവലിനായാലും അതിനൊക്കെ തന്നെ ബാങ്ക്സിനായാലും ഒക്കെ ഒരു റീഫിനാൻസ് ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് സിഡ്ബിയുടെ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിനൊക്കെ തന്നെ SME സെക്ടറിന്, അതായത് സ്മോൾ മീഡിയം എന്റർപ്രൈസിനൊക്കെ ഡയറക്റ്റ് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ ആ ഒരു ഇൻഡസ്ട്രീസിനെ കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ പറയുന്ന സിഡ്ബി ഫോം ചെയ്യുന്നത് തന്നെ. അതിനൊക്കെ തന്നെ MSME ഡെവലപ്മെന്റ് ആയിട്ട്, അതായത് മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസിന്റെ ഡെവലപ്മെന്റ് ആയിട്ട് ഇവരൊരു ക്രെഡിറ്റ് പ്ലസ് അപ്രോച്ച് അഡോപ്റ്റ് ചെയ്തിരുന്നു. ഈ ക്രെഡിറ്റ് പ്ലസ് അപ്രോച്ചിൽ പറയുന്നത് കുറച്ചും കൂടി ടെക്നോളജി, മോഡേൺ ടെക്നോളജി അഡോപ്റ്റ് ചെയ്ത് MSME സെക്ടറിനെ ഉയർത്തുക. അതിനൊക്കെ തന്നെ എന്റർപ്രൈസിനെ മൊത്തത്തിൽ ഡെവലപ്പ് ചെയ്യുക, സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യുക, നിലവിലത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള സ്കില്ലുകൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് വരിക, മാർക്കറ്റിംഗ് ക്ലസ്റ്റേഴ്സ് ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസിനെ ഒരു എക്കോണമിനെ തന്നെ സ്വാധീനിക്കുന്ന രീതിയിൽ മാറ്റുക എന്നുള്ള ഉദ്ദേശമാണ് സിഡ്ബിക്ക് മൊത്തത്തിൽ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് അല്ലെങ്കിൽ എക്സിം ബാങ്ക് 1982 ഇവര് ഫോം ചെയ്യുന്നത്. മൊത്തത്തിൽ ഓൺ ചെയ്തേക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ്. സോ ഇവരുടെ ഫംഗ്ഷൻ എന്താണ്? എക്സ്പോർട്ട് കുറച്ചുകൂടെ പ്രൊമോട്ട് ചെയ്യുക, അതായത് പ്ലാന്റ് ആയാലും മെഷീനറി ആയാലും റിലേറ്റഡ് സർവീസിന്റെ ഒക്കെ ആയാലും എക്സ്പോർട്ട് കുറച്ചും കൂടെ മെച്ചപ്പെടുത്തുക. ഡയറക്റ്റ് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് എക്സ്പോർട്ടേഴ്സിന് കൊടുക്കുക. അതെനിക്ക് ഓവർസീസ് ബയർ ക്രെഡിറ്റ്, ഫോറിനേഴ്സിന് ഓവർസീസ് ബയർ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക. എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിന്റെ മൊത്തം ഡെവലപ്മെന്റ് ആണ് ഈ പറയുന്ന എക്സിം ബാങ്കിന്റെ മെയിൻ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, നാഷണൽ ഹൗസിംഗ് ബാങ്ക്. 1988 നാഷണൽ ഹൗസിംഗ് ബാങ്കുകൾ വരുന്നത്. നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആക്ട് 1987 പ്രകാരമാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഫോം ചെയ്യുന്നത്. അതായത് ഹൗസിംഗിന്റെ മൊത്തത്തിലൊരു അപ്പെക്സ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് ഈ പറയുന്ന നാഷണൽ ഹൗസിംഗ് ബാങ്ക് ഫോം ചെയ്തത്. ഇത് മിനിസ്ട്രി ഓഫ് ഫൈനാൻസിന്റെ ജൂറിസ്ഡിക്ഷനിലാണ് ഇത് വരുന്നത്. ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ഡൽഹിയിലാണ്. സോ ഇവരുടെ മേജർ ഫങ്ഷൻസ് എന്താണ്? അതായത് ഹൗസിംഗ് ഫിനാൻസിനെ മൊത്തത്തിൽ പ്രൊമോട്ട് ചെയ്യുക. അതിന് ലോക്കൽ ലെവൽസിലായാലും ശരി, റീജിയണൽ ലെവൽസിലായാലും ഒക്കെ ശരി, മൊത്തത്തിലുള്ള ഹൗസിംഗ് ഫൈനാൻസ് ഡീൽ ചെയ്യുക എന്നുള്ളതാണ് നാഷണൽ ഹൗസിംഗ് ബാങ്കിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അതിനൊക്കെ തന്നെ ഹൗസിംഗ് ഫൈനാൻസ് കമ്പനീസിനെ രജിസ്റ്റർ ചെയ്യുന്നതും റെഗുലേറ്റ് ചെയ്യുന്നതും സൂപ്പർവൈസ് ചെയ്യുന്നതും ഒക്കെ ഈ പറയുന്ന നാഷണൽ ഹൗസിംഗ് ബാങ്കുകളാണ്. അതിനൊക്കെ തന്നെ ഇവര് ഓൺ സൈറ്റ് ഓഫ് സൈറ്റ് സർവേലൻസ് ഈ ബാങ്കുകളുടെ കേസിൽ ഉണ്ടാവുന്നുണ്ട്. ഇവര് മൊത്തത്തിൽ റെഗുലേറ്റ് ചെയ്യുന്നത് RBI ആണ്. സോ RBI അവരുടെ ആ ഒരു സ്റ്റേക്ക് 2019 ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ കൈമാറിയിരുന്നു. നിലവിൽ 100% ഓൺ ചെയ്യുന്നത് ഈ പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ്. ദെൻ മുദ്ര ബാങ്ക്. മുദ്ര ബാങ്കിന്റെ ഫുൾ ഫോം എന്ന് പറയാൻ മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ബാങ്ക് എന്നാണ്. സോ മുദ്ര ബാങ്ക് വരുന്നത് 2015 PM മുദ്ര യോജനയുടെ ഭാഗമായിട്ടായിരുന്നു മുദ്ര ബാങ്കുകൾ വരുന്നത്. അതായത് മൈക്രോ ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ലോ റേറ്റിൽ ലോൺ പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ ആ ഒരു സെക്ടറിനെ മൊത്തത്തിലും ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ള ധാരണയിലാണ് ഈ PM മുദ്ര യോജന വരുന്നത്. അതിനൊക്കെ തന്നെ നോൺ ബാങ്ക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് MSME കുറച്ചുകൂടെ ലോൺ പ്രൊവൈഡ് ചെയ്യുക എന്നൊക്കെയുള്ള ലക്ഷ്യങ്ങളാണ് ഇതിനുണ്ടായിരുന്നത്. സോ ഇതിന്റെ അണ്ടറിൽ വരുന്ന എലിജിബിൾ ബോറോവേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. സ്മാൾ മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ് ഇതിന്റെ അണ്ടറിൽ വരുന്നുണ്ട്. സർവീസ് സെക്ടർ യൂണിറ്റ്സ് വരുന്നുണ്ട്. ഷോപ്പ് കീപ്പേഴ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾ വെൻഡേഴ്സ്, ട്രക്ക് ഓപ്പറേറ്റേഴ്സ്, ഫുഡ് സർവീസ് യൂണിറ്റ്സ്, റിപ്പയർ ഷോപ്സ്, മെഷീൻ ഓപ്പറേറ്റേഴ്സ്, സ്മോൾ ഇൻഡസ്ട്രീസ്, ആർട്ടിസൻസ്, ഫുഡ് പ്രോസസേഴ്സ്, അതേഴ്സ് ഇൻ റൂറൽ ആൻഡ് അർബൻ ഏരിയ. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സമൂഹത്തിന്റെ വളരെ താഴെ തട്ടിലുള്ള ചെറിയ ചെറിയ രീതിയിലൊക്കെ ഒരു സെൽഫായിട്ടൊക്കെ രീതിയിൽ ഇൻഡസ്ട്രീസ് കൊണ്ടുപോകണം, അല്ലെങ്കിൽ സെൽഫായിട്ട് രീതിയിൽ തൊഴിൽ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഉള്ള അവർക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ പറഞ്ഞ PM മുദ്ര യോജനയൊക്കെ വരുന്നത്. അവർ ഉയർത്തിക്കൊണ്ടുവരിക, അവർക്കൊരു കുറച്ചും കൂടെ നല്ല രീതിയിൽ അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ പറഞ്ഞ മുദ്ര ബാങ്ക് വരുന്നത് തന്നെ. സോ ഇവിടെ ലോൺ കാറ്റഗറീസ് 3 ടൈപ്പാണ്: ശിശു, കിഷോർ, തരൺ. ഇങ്ങനെ 3 ടൈപ്പിലായിട്ടാണ് മുദ്ര ബാങ്ക് അവരുടെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ശിശു കാറ്റഗറിയിൽ 50,000 വരെയുള്ള ലോണുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്.
കിഷോറിൽ 50,000 to 15 ലക്ഷം വരെയുള്ള ലോണുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. തരുണില് 5 ലക്ഷം to 10 ലക്ഷം വരെയുള്ള ലോണുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ 3 കാറ്റഗറീസിലാണ് പെടുന്നത് ശിശു, കിഷോർ, തരൺ. ശിശുവില് 50,000, കിഷോറില് 50,000 to 15 ലക്ഷം, തരുണില് 5 ലക്ഷം to 10 ലക്ഷം തുടങ്ങിയ രീതിയിലാണ് ലോണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? അതായത് മൈക്രോ സ്മോൾ എന്റർപ്രൈസിനെ ഫണ്ട് ചെയ്യുക, അതെനക്ക് തന്നെ മൈക്രോ ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനെ രജിസ്റ്റർ ചെയ്യുക, അവയെ റെഗുലേറ്റ് ചെയ്യുക, അവരുടെ അക്രിഡേഷൻ, ഗ്രേഡിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുക. അതേപോലെ തന്നെ കൂടുതൽ ടെക്നോളജിക്കൽ സൊല്യൂഷൻസ് ഈ മേഖലയിൽ കൊണ്ടുവരിക. അങ്ങനെ ഒരു ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ തന്നെ മൊത്തത്തിൽ ഇന്ത്യയിൽ പ്രൊമോട്ട് ചെയ്യുക. ക്രെഡിറ്റ് ഗ്യാരണ്ടി സിസ്റ്റം മൈക്രോ ഫോംസിന് പ്രൊവൈഡ് ചെയ്യുക. അല്ല മൊത്തത്തിൽ ഒരു ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ ഇന്ത്യയിൽ കൊണ്ടുവരാനായിട്ടായിരുന്നു ഈ PM മുദ്ര യോജന 2015 PM ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. തന്നെ വളരെ താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ തൊഴിലുന്നതിക്കും അതെനിക്ക് തന്നെ അവരുടെ സാമ്പത്തിക മെച്ചത്തിനും അവരെ കുറെ കൂടെ സമൂഹത്തിന്റെ മുൻനിരയിൽ കൊണ്ടുവരാനായിട്ടായിരുന്നു ഈ പറയുന്ന PM മുദ്ര യോജന വരുന്നത്. ഇത് ആ ലോൺ കാറ്റഗറി ശിശു, കിഷോർ, തരനുള്ള ആ ഒരു ലോൺ കാറ്റഗറി നോക്കി വെച്ചേക്കുക. ദെൻ നിയോ ബാങ്ക്സ്. നിയോ ബാങ്ക്സ് റീസെന്റ് കേട്ടു തുടങ്ങിയ ഒരു ടേം ആണ്. അതായത് ഇവർക്ക് ഫിസിക്കൽ ബ്രാഞ്ചുകൾ ഒന്നും തന്നെ ഇല്ല, പക്ഷെ ഇവർ ഡിജിറ്റലി അവരുടെ ബാങ്കിങ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഡിജിറ്റൽ മാത്രമായിട്ട് അവരുടെ ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ ആ ഒരു ബാങ്കിങ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നിയോ ബാങ്ക്സ് എന്ന് പറയാം. ഇവർക്ക് ഫിസിക്കൽ ബ്രാഞ്ചസ് ഒന്നും തന്നെ ഇല്ല. എന്തൊക്കെ സർവീസുകളായിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുക? സേവിങ്സ് അക്കൗണ്ട്സ് ഉണ്ട്, അതേനൊക്കെ ഇൻസ്റ്റന്റ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റീസ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട് ഫെസിലിറ്റീസ് ഉണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സാധാരണ രീതിയിൽ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാ ഫെസിലിറ്റീസും നിയോ ബാങ്ക്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇനി ഇവരുടെ ഓപ്പറേഷൻ മോഡൽ എങ്ങനെയാണ്? ഇവർ സ്വന്തമായിട്ട് ഒരു ഇൻഡിപെൻഡന്റ് രീതിയിലായിരിക്കില്ല. ഐ മീൻ കൂടുതൽ ഇവർ പാർട്ണർഷിപ്പ് എടുത്തിട്ടായിരിക്കും നിയോ ബാങ്ക്സ് വർക്ക് ചെയ്യുക. RBI ലൈസൻസ്ഡ് ആയിട്ടുള്ള ബാങ്കുമായിട്ട് പാർട്ണർഷിപ്പ് എടുത്തിട്ടായിരിക്കും ഇവര് വർക്ക് ചെയ്യുന്നത്. അതെനക്ക് തന്നെ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ ലൈസൻസ് ഒക്കെ ഇവര് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടാകും. വെൽത്ത് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് സ്മാൾ ഫൈനാൻസ് ബാങ്കുമായിട്ട് അവർ കൊലാബറേറ്റ് ചെയ്യുന്നുണ്ടാവും. അതെനക്ക് തന്നെ സ്കെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുമായിട്ടും ഇവര് കൊലാബറേറ്റ് ചെയ്തിട്ടായിരിക്കും നിയോ ബാങ്ക്സ് പലപ്പോഴും വരിക. അതിനുള്ള എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ജൂപ്പിറ്റർ, നിയോ ഒക്കെ റീസെന്റ് വന്ന നിയോ ബാങ്കുകളാണ്. ഇനി നിയോ ബാങ്കും ട്രഡീഷണൽ ബാങ്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ട്രഡീഷണൽ ബാങ്ക് എന്ന് പറയുന്നത് അവര് അത്രയും ഒരു മോഡേൺ ടെക്നോളജി ഒന്നും അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഒരു ഫിസിക്കൽ ബ്രാഞ്ച് ബേസിസിലൊക്കെ ആയിരിക്കും അവർ മുന്നോട്ട് പോകുക. പക്ഷെ നിയോ ബാങ്ക്സ് എന്ന് പറയുന്നത് മൊത്തത്തിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആയിരിക്കും. അവർക്ക് അങ്ങനെ ഫിസിക്കൽ ബ്രാഞ്ചുകളൊന്നും തന്നെ ഇല്ല. അത് മൊത്തത്തിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് ബാങ്കിങ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരായിരിക്കും ഈ പറയുന്ന നിയോ ബാങ്ക്സ് എന്ന് പറയുന്നത്. അതിനൊക്കെ നിയോ ബാങ്ക്സും ഡിജിറ്റൽ ബാങ്കും തമ്മിലും വ്യത്യാസമുണ്ട്. ഡിജിറ്റൽ ബാങ്ക് എന്ന് പറയുന്നത് വലിയ വലിയ ബാങ്കുകളുടെ ഒരു ഓൺലൈൻ ആമായിട്ട് അല്ലെങ്കിൽ ഓൺലൈൻ വിങ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ് ഈ പറഞ്ഞ ഡിജിറ്റൽ ബാങ്ക്. പക്ഷെ നിയോ ബാങ്ക്സ് അങ്ങനെ ഒരു ബാങ്കിന് വേണ്ടിയിട്ടോ അല്ലെ മറ്റൊരു ബാങ്കിന് വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും അവർ വർക്ക് ചെയ്യുന്നില്ല. അവർ ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും അവരുടെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുക. അവരുടെ ബാങ്കിങ് സർവീസ് വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും നിയോ ബാങ്ക് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഡിജിറ്റൽ ബാങ്ക് എന്ന് പറയുന്നത് ഏതെങ്കിലും വലിയ ബാങ്കുകളുടെയൊക്കെ ഒരു ഓൺലൈൻ ആമായിട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ വിങ് ആയിട്ടോ ഒക്കെ ആയിരിക്കും പ്രവർത്തിക്കുക. സോ ഈ നിയോ ബാങ്കിന്റെ ബെനിഫിറ്റ്സ് എന്താണ്? ഓഫ് കോഴ്സ് ഇതൊരു യൂസർ ഫ്രണ്ട്ലി അപ്രോച്ച് ആണ്. നമുക്ക് ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്, അത്തരം ഒരു വിരൽത്തുമ്പിൽ എത്തുന്ന രീതിയിലേക്ക് ബാങ്കിങ് സർവീസ് നമുക്ക് കിട്ടുന്നുണ്ട്. കോസ്റ്റ് വളരെ കുറവാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജീസ് അവര് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതെനക്ക് തന്നെ സേവിങ്സിനൊക്കെ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് കിട്ടാറുണ്ട്. കാരണം ഇവര് പലപ്പോഴും സ്മാൾ ഫൈനാൻസ് ബാങ്കുമായിട്ടൊക്കെ കൊലാബറേറ്റ് ചെയ്തിട്ടായിരിക്കും വരിക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ സേവിങ്സിനൊക്കെ നല്ല ഇൻട്രസ്റ്റ് റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സ്പെൻഡിങ് അനാലിസിസ് ആയാലും ട്രാക്കിംഗ് ടൂൾസ് ഒക്കെ വെച്ചിട്ടായാലും ഇവർക്ക് പെട്ടെന്ന് ഒരു ഡിസിഷൻ മേക്കിംഗ് ഡേറ്റ ഡ്രിവൺ സൊല്യൂഷൻസ് ഒക്കെ വഴിയാണ് ഇവര് അത്രയും മോസ്റ്റ് മോഡേൺ രീതിയിലായിരിക്കും നിയോ ബാങ്ക്സ് വർക്ക് ചെയ്യുന്നത്. ഇനി ഇവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂസ് ഡെഫിനറ്റ്ലി ഇൻഫർമേഷൻ ടെക്നോളജി ഇഷ്യൂസ് ഇവര് ഫേസ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ തന്നെ പുവർ ഡേറ്റ ആർക്കിടെക്ചർ ആണ് ഉള്ളത്. അതിൻ്റെതായ ഇഷ്യൂസ് വരുന്നുണ്ട്. ഹൈ കോസ്റ്റ് മാനേജ്മെന്റ് അതും ഒരു ഇഷ്യൂ ആണ്. ആൻഡ് ടെക്നോളജി അഡോപ്ഷൻ ചെയ്യുന്നതിനുള്ള പരിമിതികൾ, വളരെ ഹയസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി അഡോപ്ഷൻ ചെയ്യുന്നതിന് കോസ്റ്റ്ലി, ഇറ്റ്സ് ടു കോസ്റ്റ്ലി. അതിനൊക്കെ തന്നെ അതിനുള്ള പരിമിതികളും ഒക്കെ നിയോ ബാങ്ക്സിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഇനി NBFC, നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനീസ്. ഇതും പ്രിലിംസിന് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു മേഖലയാണ്. സോ എന്താണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് എന്ന് പറയുന്നത്?
അതായത് കമ്പനീസ് ഫൈനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുക. എന്തൊക്കെ ഫൈനാൻഷ്യൽ സർവീസ് ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുക? ലോൺസ് കൊടുക്കുന്നുണ്ട്, അത് കണക്കിന് അക്വിസിഷൻ ആൻഡ് സെല്ലിംഗ് ഓഫ് ഷെയർസ്, ബോണ്ട്, ഡിബഞ്ചേഴ്സ്, ലീസിങ്, ഇൻഷുറൻസ്, ചിറ്റ് ഫണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എന്താ പറയാ ഫൈനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികളെയാണ് നമ്മൾ എന്തെന്ന് പറയാ നോൺ ബാങ്ക് ഫൈനാൻഷ്യൽ കമ്പനീസ് എന്ന് പറയുന്നത്. സോ 2016 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 100% FDI NBFCയുടെ കേസിൽ അലോ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ തന്നെ NBFCക്ക് പബ്ലിക്കിന് ഡിമാൻഡ് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. സാധാ ബാങ്കുകളെ പോലെ NBFCക്ക് പബ്ലിക്കിൽ നിന്ന് ഡിമാൻഡ് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതിനൊക്കെ അവർക്ക് ഡിബഞ്ചേഴ്സും ബോൺസും ഒക്കെ വെച്ച് അവർക്ക് ഫണ്ട് റേസ് ചെയ്യാൻ സാധിക്കും. കാരണം ഡിബഞ്ചേഴ്സും ബോൺസും ഡിമാൻഡ് ലയബിലിറ്റീസിൽ പെടുന്ന കാര്യങ്ങളല്ല. സോ ഡിബഞ്ചേഴ്സും ബോൺസും ഇഷ്യൂ ചെയ്ത് ഇവർക്ക് ഫണ്ട് റേസ് ചെയ്യാനും സാധിക്കും. ഇനി റെഗുലേഷൻ, എല്ലാ NBFCനെയും റെഗുലേറ്റ് ചെയ്യുന്നത് RBI അല്ല. ഓക്കെ, എല്ലാ NBFCനെയും റെഗുലേറ്റ് ചെയ്യുന്നത് RBI അല്ല. വ്യത്യാസങ്ങളുണ്ട്. ഈ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്, മെർച്ചന്റ് ബാങ്കിങ്, സ്റ്റോക്ക് ബ്രോക്കിംഗ് തുടങ്ങിയവയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് SEBI ആണ്. അതിനൊക്കെ ഇൻഷുറൻസ് കമ്പനീസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ആണ് റെഗുലേറ്റ് ചെയ്യുന്നത്. സോ എല്ലാ NBFCസിനെയും റെഗുലേറ്റ് ചെയ്യുന്നത് RBI അല്ല. ഡിഫറൻസ് ഉണ്ട്. വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്, മെർച്ചന്റ് ബാങ്കിങ് തുടങ്ങിയ മേഖലകളെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് SEBI ആണ്. ഈ മേജർ ടൈപ്സ് ഓഫ് NBFC റെഗുലേറ്റഡ് ബൈ RBI. ഫസ്റ്റ് വൺ NBFC ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ക്രെഡിറ്റ് കമ്പനി. അതായത് 3 ടൈപ്പ് NBFCനെ മെർജ് ചെയ്തുകൊണ്ട് വന്ന ഒരു ടൈപ്പായിരുന്നു ഈ പറഞ്ഞ NBFC ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ക്രെഡിറ്റ് കമ്പനി. 2019 ഇത് ഇങ്ങനെ മെർജ് ചെയ്തുകൊണ്ട് വരുന്നത്. അതായത് അസറ്റ് ഫൈനാൻസ് കമ്പനി, ഇൻവെസ്റ്റ്മെന്റ് കമ്പനി, ലോൺ കമ്പനി, ഇങ്ങനെ ഒരു 3 ടൈപ്പ് NBFCസിനെ മെർജ് ചെയ്തിട്ടായിരുന്നു ഈ പറഞ്ഞ ഒരു ന്യൂ ഫോം NBFC ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ക്രെഡിറ്റ് കമ്പനി ഫോം ചെയ്യുന്നത്. എന്തിനാണ് ഇവരിങ്ങനെ മെർജ് ചെയ്തത്? അതായത് കുറച്ചുകൂടി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരേപോലെ ഒന്ന് ഹാർമണൈസ് ഏകീകരിക്കുക എന്നുള്ള രീതിയിലാണ് ഇവരിങ്ങനെ മെർജ് ചെയ്തത്. അതിനൊക്കെ NBFCസിക്ക് കുറച്ചും കൂടി ഗ്രേറ്റർ ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുക, കുറച്ചും കൂടി അവര് ഒന്ന് എഫിഷ്യന്റ് ആക്കുക എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ടായിരുന്നു ഈ പറയുന്ന മെർജിങ് സംഭവിച്ചത്. ഇവരുടെ മെയിൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ലെൻഡിങ്ങും ഇൻവെസ്റ്റ്മെന്റും ആണ്. ഓക്കെ, ദെൻ NBFC ഇൻഫ്രാസ്ട്രക്ചർ ഫൈനാൻസ് കമ്പനി. ഈ NBFCs ആ പേര് പോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറിനെ പ്രൊമോട്ട് ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് NBFC ഇൻഫ്രാസ്ട്രക്ചർ ഫൈനാൻസ് കമ്പനി നിലയിൽ വരുന്നത്. അവര് നോൺ ഡെപ്പോസിറ്റ് ടേക്കിംഗ് ആണ്, നോൺ ഡെപ്പോസിറ്റ് അക്സെപ്റ്റിംഗ് ആണ്. കൂടുതലും ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഫൈനാൻസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്താലാണ് ഇവർ വരുന്നത്. ഇവരുടെ മിനിമം നെറ്റ് വർത്ത് 300 കോടി ആണ്. നെക്സ്റ്റ് വൺ NBFC സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടന്റ് കോർ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി. ഇതിന് ക്യാപിറ്റൽ റിസ്ക് ടു അസറ്റ് വെയിറ്റ് റേഷ്യോ ബാധകമാണ്. അതായത് അത് 15% കീപ്പ് ചെയ്യണമെന്നുണ്ട്. ടിയർ ഫസ്റ്റ് ക്യാപിറ്റൽ ആണെങ്കിൽ 10% ആണെന്നും എടുത്തു പറയുന്നുണ്ട്. മിനിമം ക്രെഡിറ്റ് റേറ്റിംഗ് A ആണ്. അത് കണക്ക് അല്ലെങ്കിൽ ക്രിസിലോ കെയറോ അത് കണക്ക് ഇക്രയൊക്കെ പറയുന്ന പ്രകാരമുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് ഇവർക്ക് ഉണ്ടാകണം. ഇവര് കൂടുതലും ഇൻവെസ്റ്റ്മെന്റിനാണ് പ്രൊമോട്ട് ചെയ്യുക. അതായത് ഷെയർസിലായാലും ലോൺസിലായാലും ഒക്കെ പ്രിഫറൻസ് ഷെയർസിലായാലും ഇക്വിറ്റി ഷെയർസിലൊക്കെ ഉള്ള ഇൻവെസ്റ്റ്മെന്റിനെയാണ് അവര് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇവരുടെ അസറ്റ് സൈസ് 100 crore അതിന് എബോവ് ആയിരിക്കും. അത് കണക്കിന് പബ്ലിക് ഫണ്ട്സും ഇവര് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി NBFC മൈക്രോ ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ, പേര് കേൾക്കുന്ന കണക്ക് തന്നെ മൈക്രോ ഫൈനാൻസിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് വന്ന NBFCs ആണ് ഇവര്. നോൺ ഡെപ്പോസിറ്റ് ടേക്കിംഗ് ആണ്. മൈക്രോ ഫൈനാൻസ് ലെൻഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇവര് ഫോം ചെയ്യുന്നത്. മാലിഗാം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് പ്രകാരമാണ് NBFC മൈക്രോ ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോം ചെയ്യുന്നത്. ഇനി NBFCയും ബാങ്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഡിമാൻഡ് ഡെപ്പോസിറ്റ്, ബാങ്കുകളാണെങ്കിൽ ഡിമാൻഡ് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ NBFCs ഒരിക്കലും ഡിമാൻഡ് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതിനൊക്കെ തന്നെ ബാങ്കുകൾ പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അതേസമയം NBFCs എന്ന് പറയുന്നത് പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റത്തിന്റെ ഭാഗമല്ല. അതേപോലെ ഡെപ്പോസിറ്റേഴ്സിന് ഇൻഷുറൻസ് ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇതേപോലെ ഡെപ്പോസിറ്റേഴ്സിന് ഇൻഷുറൻസ് ഒന്നും NBFCs പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതെനിക്ക് ബാങ്കിനാകുമ്പോൾ റിസർവ് റേഷ്യോ ഒക്കെ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. CRRഉം SLRഉം ഒക്കെ ബാങ്കിന് കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ അതേസമയം NBFCക്ക് ഇതേപോലെ റിസർവ് റേഷ്യോസ് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. NBFCs എന്ന് പറയുന്നത് അവര് ഡിമാൻഡ് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതെനിക്ക് തന്നെ പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റത്തിന്റെ ഭാഗമല്ല. അതേപോലെ അവര് ചെക്കുകളൊന്നും ഇഷ്യൂ ചെയ്യുന്നില്ല NBFCs.
ഇൻവെസ്റ്റേഴ്സിനോ ഡെപ്പോസിറ്റേഴ്സിനോ യാതൊരു തരത്തിലുള്ള പ്രൊട്ടക്ഷനും NBFC ഓഫർ ചെയ്യുന്നില്ല. NBFCക്ക് റിസർവ് റേഷ്യോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യവുമില്ല. ഇനി ഇതിന്റെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, ബാങ്കിനെ റെഗുലേറ്റ് ചെയ്യുന്നത് RBIയുടെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പ്രകാരമാണ്. പക്ഷേ NBFCസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് കമ്പനീസ് ആക്ട് 1956 അല്ലെ കമ്പനീസ് അമെന്റ്മെന്റ് ആക്ട് 2019 ഇത് പ്രകാരമാണ് ഡീൽ ചെയ്യുന്നത്. ബാങ്കില് 74% ആണ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ ഉൾപ്പെടെ 74% ആണ് അലോ ചെയ്യുന്നത്. അതേസമയം NBFCയിൽ 100% ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് അലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൽ ആണെങ്കിൽ, പ്രൈവറ്റ് സെക്ടർ ബാങ്കിലാണെങ്കിൽ 74% ആണ്. അതേസമയം NBFCയിൽ 100% ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് അലോ ചെയ്യുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ അലോ ചെയ്യുന്നത്? അതായത് കുറച്ചും കൂടെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ കൂട്ടുക, അതെനിക്ക് കുറച്ചും കൂടെ ഒരു ഓപ്പറേഷൻ, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പറേഷൻ, ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് NBFCക്ക് 100% ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആക്സെപ്റ്റ് ചെയ്യാനുള്ള അനുമതി ഉള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിലിംസിന് വന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഈ മേഖലകളിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what is or are the facility or facilities the beneficiaries can get from the services of business correspondent bank സാത്തി in branchless areas? ഈ ഒരു ബാങ്ക് സാത്തി എന്ന് പറയുന്നത് അന്നത്തെ ഒരു കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ഫസ്റ്റ് ഓപ്ഷൻ, it enables the beneficiaries to draw their subsidies and social security benefits in their villages. And second option, it enables the beneficiaries in the rural areas to make deposits and withdrawals. ഈ ബാങ്ക് സാധ്യത എന്ന് പറയുന്നത് RBI കൊണ്ടുവന്ന ഒരു സ്കീമായിരുന്നു. അതായത് റൂറൽ ഏരിയാസിലുള്ള ആൾക്കാർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ട് വഴി ഈ പറഞ്ഞ സബ്സിഡീസ് ആയാലും സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് ആയാലും ഒക്കെ അക്സസ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാൻ പറ്റുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ പറഞ്ഞ ബാങ്ക് സാധ്യത വരുന്നത്. അതെനിക്ക് തന്നെ സെക്കൻഡ് ഓപ്ഷൻ, ഡെപ്പോസിറ്റുകൾ മറ്റുമൊക്കെ വിഡ്രോ ചെയ്യാൻ ഈ പറഞ്ഞ ബാങ്ക് സാധ്യത വഴി സാധിക്കുന്നുണ്ട്. അപ്പൊ രണ്ട് ഓപ്ഷനും ശരിയാണ്. ഫസ്റ്റ് ഓപ്ഷനും ശരിയാണ്, അതെനിക്ക് തന്നെ സെക്കൻഡ് ഓപ്ഷനും ശരിയാണ്. അതായത് ബാങ്ക് സാധ്യത എന്ന് പറയുന്നത് ഈ റൂറൽ ഏരിയാസിലുള്ള ആൾക്കാർക്ക് അവരുടെ ത്രൂ ബാങ്ക് അക്കൗണ്ട് വഴി അവർക്ക് നേരിട്ട് തന്നെ അവരുടെ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സും സബ്സിഡീസും ഒക്കെ അക്സസ് ചെയ്യാൻ പറ്റും. അത് കണക്ക് തന്നെ അവരുടെ ഡെപ്പോസിറ്റുകളൊക്കെ വിഡ്രോ ചെയ്യാനായിട്ട് അവർക്ക് ഈ ഒരു ബാങ്ക് സാധ്യത ഫെസിലിറ്റി വഴി നടക്കും. ഇത് കൊണ്ടുവന്നത് RBI ആണ്. സോ ബോത്ത് 1 and 2 ഓപ്ഷൻസ് ശരിയായിരുന്നു. ഓപ്ഷൻ C is the right. So next question, Pradhan Mantri Jan Dhan Yojana has been launched for option A, providing housing loan to poor people at cheaper interest rate, promoting women self-help groups in backward areas, promoting financial inclusion in the country, providing financial help to the marginalized communities. So definitely കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും PM Jan Dhan Yojana വരുന്നത് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ, കൺട്രിയുടെ മൊത്തത്തിലുള്ള രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രൊമോട്ട് ചെയ്യാനായിട്ടായിരുന്നു PM Jan Dhan Yojana വരുന്നത്. സോ ഓപ്ഷൻ C ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബേസിൽ 3 അക്കോർഡ് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബേസിൽ 3 അക്കോർഡ് ഓർ സിംപ്ലി ബേസിൽ 3 ഓഫൻ സീൻ ഇൻ ദ ന്യൂ സീക്സ് ടു ഏതുമായിട്ട് ബന്ധപ്പെട്ട് ഡെവലപ്പ് നാഷണൽ സ്ട്രാറ്റജീസ് ഫോർ ദ കൺസർവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ യൂസ് ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, ഇംപ്രൂവ് ബാങ്കിംഗ് സെക്ടർസ് എബിലിറ്റി ടു ഡീൽ വിത്ത് ഫൈനാൻഷ്യൽ ആൻഡ് എക്കണോമിക് സ്ട്രെസ് ആൻഡ് ഇംപ്രൂവ് റിസ്ക് മാനേജ്മെന്റ്, reduce the greenhouse gas emissions but places a heavier burden on developed countries, transfer technology from developed countries to poor countries to enable them to replace the use of chlorofluorocarbons in refrigeration with harmless chemicals. ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ബേസിൽ 3 അക്കോർഡ് എന്ന് പറയുന്നത് ബാങ്കിങ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് വന്നൊരു ടേം ആയിരുന്നു. അതായത് ഫൈനാൻഷ്യൽ എക്കണോമിക് സ്ട്രെസ് മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടെ കുറച്ചുകൂടി റിസ്ക് മാനേജ്മെന്റ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ബേസിൽ 3 അക്കോർഡ് വരുന്നത്. അതായത് ബേസിൽ എന്ന് പറഞ്ഞ വാക്ക് തന്നെ ഈ പറയുന്ന ബാങ്കിങ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ഓപ്ഷൻ B ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കോർ ബാങ്കിങ് സൊല്യൂഷൻ. ദ ടേം കോർ ബാങ്കിങ് സൊല്യൂഷൻ ഈസ് സംടൈംസ് സീൻ ഇൻ ദ ന്യൂസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ഓർ ഡിസ്ക്രൈബ് ദ ടേം? കോർ ബാങ്കിങ് സൊല്യൂഷനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. It is a networking of a bank branches which enables customers to operate their accounts from any branch of the bank on its network regardless of where they open their account. അതായത് അവർക്ക് അവരുടെ അക്കൗണ്ട് ഏത് ബാങ്കിലാണോ എടുത്തത് അത് കൂടാണ്ട് തന്നെ പല ബ്രാഞ്ചുകളിൽ നിന്നും അവർക്ക് ബാങ്കിങ് ഫെസിലിറ്റീസ് അക്സസ് ചെയ്യാൻ സാധിക്കും. അത് ശരിയാണ്. അതാണ് കോർ ബാങ്കിങ് സൊല്യൂഷൻ എന്ന് പറയുന്നത് തന്നെ. ഇറ്റ്സ് ആൻ എഫോർട്ട് ടു ഇൻക്രീസ് RBI കൺട്രോൾ ഓവർ കൊമേഴ്ഷ്യൽ ബാങ്ക് ത്രൂ കമ്പ്യൂട്ടറൈസേഷൻ. കമ്പ്യൂട്ടറൈസേഷൻ മെത്തേഡ്സ് വഴി RBIയുടെ കൺട്രോൾ കൊമേഴ്ഷ്യൽ ബാങ്കിൽ കൂട്ടുക എന്നുള്ള ആസ്പെക്ട് ഒന്നും ഈ പറയുന്ന കോർ ബാങ്കിങ് സൊല്യൂഷൻ ഇല്ല.
അക്കൗണ്ടുകൾ അല്ലെങ്കിൽ ബ്രാഞ്ചുകൾ തമ്മിൽ എന്താ ചെയ്യാം, ബ്രാഞ്ചുകൾ തമ്മിൽ ഒരു നെറ്റ്വർക്കിംഗ് സംഭവിക്കുക എന്നുള്ളതാണ് ഈ കോർ ബാങ്കിങ് സൊല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് RBIയുടെ കൺട്രോൾ കൂട്ടുക എന്നുള്ളതൊന്നും അതിന്റെ ഒരു ഇതായിട്ട് വരുന്നതല്ല. ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് പ്രൊസീജിയർ ബൈ വിച്ച് എ ബാങ്ക് വിത്ത് ഹ്യൂജ് നോൺ പെർഫോമിംഗ് അസറ്റ് ഈസ് ടേക്കൺ ഓവർ ബൈ അനദർ ബാങ്ക്. ആ ഒരു സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. കോർ ബാങ്കിങ് സൊല്യൂഷനിൽ ഒരിക്കലും നോൺ പെർഫോമിംഗ് അസറ്റ്സിനെ കുറിച്ചൊന്നും മെൻഷൻ ചെയ്യുന്നതേ ഇല്ല. നോൺ പെർഫോമിംഗ് അസറ്റും ഈ പറഞ്ഞ കോർ ബാങ്കിങ് സൊല്യൂഷൻ തമ്മിൽ യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല. സോ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും ഒക്കെ റോങ് ആണ്. ഓപ്ഷൻസ് നോക്കുമ്പോൾ 1 only ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സെറ്റിംഗ് അപ്പ് സ്മോൾ ഫൈനാൻസ് ബാങ്ക്സ് ഇൻ ഇന്ത്യ? SFBs കൊണ്ട് അവരുടെ മെയിൻ പർപ്പസ് എന്താണ്? ടു സപ്ലൈ ക്രെഡിറ്റ് ടു സ്മോൾ ബിസിനസ് യൂണിറ്റ്സ്. ഡെഫിനറ്റ്ലി സ്മോൾ ഫൈനാൻസ് ബാങ്കിന്റെ അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് തന്നെ സ്മോൾ ഫൈനാൻസ് യൂണിറ്റ്സിന് ക്രെഡിറ്റ് സപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഓപ്ഷൻ എ ശരിയായിട്ടുള്ളതാണ്. ഓപ്ഷൻ എ ശരിയാണ്. ടു സപ്ലൈ ക്രെഡിറ്റ് ടു സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്. ഡെഫിനറ്റ്ലി അവര് മാർജിനൽ ഫാമേഴ്സിനായാലും സ്മോൾ ഫാമേഴ്സിനായാലും ഒക്കെ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടു എൻകറേജ് യങ് ഓൺടർപ്രണേഴ്സ് ടു സെറ്റ് അപ്പ് ബിസിനസ് പെർട്ടിക്കുലർലി ഇൻ റൂറൽ ഏരിയാസ്. ഒരിക്കലും SFBയുടെ ഒരു എക്സ്പ്ലിസിറ്റ് പ്രൊവിഷൻ ആയിട്ട് യങ് ഓൺടർപ്രണേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ റൂറൽ ഏരിയാസിൽ ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നതിനെ കുറിച്ചോ ഒന്നും പറയുന്നില്ല. സോ ഓപ്ഷൻ 1 and 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിത്ത് റെഫറൻസ് ടു ഗവേണൻസ് ഓഫ് പബ്ലിക് സെക്ടർ ബാങ്ക്സ്, പബ്ലിക് സെക്ടർ ബാങ്കിങ് ഇൻ ഇന്ത്യ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. Capital infusion into public sector banks by the government of India has steadily increased in the last decade. To put the public sector banks in order, the merger of the associate banks with the parent state Bank of India has been affected. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ പബ്ലിക് സെക്ടർ ബാങ്ക് കഴിഞ്ഞ ഒരു ലാസ്റ്റ് ഡെക്കേഡ് ആയിട്ട് നോക്കുമ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പബ്ലിക് സെക്ടർ ബാങ്ക് ഒരു ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ വളരെയധികം ഉയർത്തിയിട്ടുണ്ടെന്ന്. പക്ഷെ നമ്മൾ ഡേറ്റാസ് നോക്കാം, മിനിസ്ട്രി ഓഫ് ഫൈനാൻസിന്റെ ഡേറ്റാസ് നോക്കുമ്പോൾ അതിൽ ഫോൾസ് സംഭവിച്ചിട്ടുണ്ട്. ഇൻ ബിറ്റ്വീൻ ഫോൾസ് സംഭവിച്ചിട്ടുണ്ട്. എല്ലായ്പ്പോഴും ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ ഹയർ രീതിയിലല്ല പോയിക്കൊണ്ടിരുന്നിട്ടുള്ളത്. അതിൽ ഈ പറഞ്ഞ രീതിയിൽ ഫോൾസ് സംഭവിച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. ദെൻ പബ്ലിക് സെക്ടർ ബാങ്ക്സ് മെർജ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അവിടെ അസോസിയേറ്റ് ചെയ്യുന്ന ബാങ്കുകൾക്കായാലും പേരന്റ് ബാങ്കുകൾക്കെ ആയാലും അതിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ ഓപ്പറേഷൻ എക്സ്പെൻഡിച്ചർ കുറയുന്നുണ്ട്. അത് കണക്ക് തന്നെ അവർ കുറച്ചും കൂടെ ഓപ്പറേഷൻസ് കുറച്ചും കൂടി എഫിഷ്യന്റ് ആവുന്നുണ്ട്. അത് കണക്ക് തന്നെ മൊത്തത്തിലുള്ള അവരുടെ ഓവറോൾ പെർഫോമൻസ് തന്നെ അവിടെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതായത് പബ്ലിക് സെക്ടർ ബാങ്ക് മെർജ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള എഫക്റ്റുകൾ രണ്ട് ബാങ്കുകൾക്കും സംഭവിക്കുന്നുണ്ട്. സോ 2 only ആണ് കറക്റ്റ് ആണ് ചോദിച്ചത്. 2 only ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചെയർമാൻ ഓഫ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആർ സെലക്ടഡ് ബൈ. പബ്ലിക് സെക്ടർ ബാങ്കിന്റെ ചെയർമാനെ സെലക്ട് ചെയ്യുന്നത് ബാങ്ക് ബോർഡ് ബ്യൂറോ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഫൈനാൻസ്, മാനേജ്മെന്റ് ഓഫ് കൺസേൺഡ് ബാങ്ക്. പലരും ബാങ്ക് ബോർഡ് ബ്യൂറോ എന്നൊക്കെ എഴുതും. പക്ഷെ ബാങ്ക് ബോർഡ് ബ്യൂറോ അല്ല. ബാങ്ക് ബോർഡ് ബ്യൂറോ എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയാണ് അവർ നിയമിക്കുന്നത്. ഫൈനൽ തീരുമാനം, അതായത് ഒരു ചെയർമാനെ, ഒരു പബ്ലിക് സെക്ടർ ബാങ്കിന്റെ ചെയർമാനെ സെലക്ട് ചെയ്യുന്ന ഫൈനൽ തീരുമാനം എടുക്കുന്നത് യൂണിയൻ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ആണ്. സോ ഓപ്ഷൻ സി ആണ് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. In terms of short-term credit delivery to the agriculture sector, district, central, cooperative banks deliver more credit in comparison to scheduled commercial bank and regional rural bank. അതായത് ഷോർട്ട് ടൈം ക്രെഡിറ്റ് ഡെലിവറിയുടെ കേസിൽ അഗ്രികൾച്ചർ സെക്ടറിന് ഷോർട്ട് ടൈം ക്രെഡിറ്റ് ഡെലിവറി കൊടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് കോപ്പറേറ്റീവ് ബാങ്ക്, ഡിസ്ട്രിക്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്. അതായത് സ്കെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിനെക്കാളും റീജിയണൽ റൂറൽ ബാങ്ക്സിനെക്കാളും ഒക്കെ ഷോർട്ട് ടൈം ക്രെഡിറ്റ് ഡെലിവറി അഗ്രികൾച്ചർ സെക്ടറിന് കൊടുക്കുന്നത് ഡിസ്ട്രിക്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഒരു 75-76% കൊടുക്കുന്നത് അഗ്രികൾച്ചർ സെക്ടറിന് ഷോർട്ട് ടൈം ക്രെഡിറ്റ് കൊടുക്കുന്നത് ഈ പറയുന്ന സ്കെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കും RRB ആണ്, അല്ലാണ്ട് ഡിസ്ട്രിക്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് അല്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. One of the most important functions of district central cooperative bank is to provide fund to the primary agriculture credit societies. തീർച്ചയായിട്ടും, കാരണം ഡിസ്ട്രിക്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് തന്നെ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിക്ക് ഫണ്ട് കൊടുക്കുക എന്നുള്ളതാണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിത്ത് റെഫറൻസ് ടു അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇൻ ഇന്ത്യ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. They are supervised and regulated by local boards set up by the state government.
അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഡ്യുവൽ റെഗുലേറ്ററി ബോഡിയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. RBIയും റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, അതേസമയം തന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ആക്ട് പ്രകാരമുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതായത് ലോക്കൽ ബോർഡ്സ് മാത്രമല്ല, RBIയുടെയും റെഗുലേഷൻ അവിടെ വരുന്നുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് മാത്രമല്ല, RBIയുടെ റെഗുലേഷനും അവിടെ വരുന്നുണ്ട്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. Then they can issue equity shares and preference shares. Of course, urban cooperative banksന് equity sharesഉം preference sharesഉം ഒക്കെ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്. They were brought under the purview of banking regulation in 1949 through an amendment in 1966. അതും ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിന് നമ്മൾ ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് പ്രകാരം RBIയുടെ റെഗുലേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. സോ ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് പ്രകാരം നമ്മൾ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Next question. Consider the following statement. In India, non-banking financial companies can access the liquidity adjustment facility window of the Reserve Bank of India. NBFCക്ക് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി അസസ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അത് RBI ബാങ്ക്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. അവരുടെ ലിക്വിഡിറ്റി ക്രൈസിസ്, ഡേ ടു ഡേ ഉള്ള ലിക്വിഡിറ്റി ക്രൈസിസ്, ആ ലിക്വിഡിറ്റി മിസ്മാച്ച് മീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡാണ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി ലാഫ് വിൻഡോ എന്ന് പറയുന്നത്. അത് ബാങ്ക്സിന് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ, NBFCക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇൻ ഇന്ത്യ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ഹോൾഡ് ദ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ഓഫ് കോഴ്സ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന് ഗവൺമെന്റ് സെക്യൂരിറ്റി ഹോൾഡ് ചെയ്യാൻ ഇന്ത്യയിൽ അനുവാദമുണ്ട്. ഇൻ ഇന്ത്യ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ക്യാൻ ഓഫർ സെപ്പറേറ്റ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഫോർ ഡെറ്റ്. അതുമുണ്ട്. കാരണം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയാലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയാലും ഒക്കെ സെപ്പറേറ്റ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ഡെറ്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. സോ ആ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. 2ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന് ഗവൺമെന്റ് സെക്യൂരിറ്റി ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? അവർക്ക് കുറച്ചും കൂടെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശം, അതേ തന്നെ കുറച്ചും കൂടി ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റി അവിടെ വർദ്ധിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളെ കൊണ്ടാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന് ഗവൺമെന്റ് സെക്യൂരിറ്റി ഹോൾഡ് ചെയ്യാന്ന് പറയുന്നത്. സോ അവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി, 2ഉം 3ഉം ആണ് ശരി. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ നമ്മൾ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.